നമുക്കാദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പോകാം. അവിടെ പുത്തൻ ഇലക്ട്രിക് കാർ വരെ കട്ടപ്പുറത്തായിട്ടോ. 15 ലക്ഷം രൂപയുള്ള ടാറ്റ നെക്സോൺ ഇലക്ട്രിക് കാർ കട്ടപ്പുറത്തായിരിക്കുന്നു. വാഹനത്തിന് 3 വർഷവും 11 മാസവും മാത്രമാണ് പഴക്കം. കട്ടപ്പുറത്തായതിൽ 1 കോടി രൂപ വില വരുന്ന AC ബസ്സുകൾ വരെ ഉൾപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി TV പ്രസാദ് ചേരുന്നു. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ 3 വർഷം മാത്രം പഴക്കമുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ വരെ കട്ടപ്പുറത്തായി അത് തിരിഞ്ഞു നോക്കാൻ പറ്റാതെ അത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുകയാണ്. പൊതുസ്വത്താണ് അനാഥമായി കിടക്കുന്നത്. TV പ്രസാദ്, വലിയ അനാസ്ഥയാണ്. മാത്രമല്ല ഇക്കാര്യങ്ങളിൽക്കൊന്നും സർക്കാരിൻ്റെ ഒരു കൃത്യമായ ചട്ടമോ രീതിയോ ഒന്നും പാലിക്കുന്നില്ല. ഒരു വണ്ടി കേടായാൽ അത് നന്നാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നന്നാക്കാൻ കഴിയാതെ പുതിയ വണ്ടിക്ക് ടെൻഡർ കൊടുക്കുന്ന രീതി പലയിടങ്ങളിലും കാണുന്നു. എന്താണ് നമ്മൾ കാണുന്ന കാഴ്ച തിരുവനന്തപുരത്ത്? TV പ്രസാദ്. അരുൺ, ഇതിൽ എല്ലാവർക്കും താല്പര്യം പർച്ചേസിൽ മാത്രമാണ് അരുൺ, വാങ്ങാൻ മാത്രമാണ് താല്പര്യം. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പദ്ധതികൾ തുടങ്ങാനാണ് താല്പര്യം, റോഡുകൾ നിർമ്മിക്കാനാണ്, പാലങ്ങൾ നിർമ്മിക്കാനാണ് താല്പര്യം, വൻകിട പദ്ധതികൾ തുടങ്ങാനാണ് താല്പര്യം. പക്ഷേ അതിനുശേഷം അത് എങ്ങനെയാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല, ആർക്കും ഒരു വേവലാതിയുമില്ല എന്നുള്ളതാണ്. ഇഷ്ടംപോലെ വാഹനങ്ങൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളും വാങ്ങിക്കൂട്ടുന്നു. അതെങ്ങനെ പരിപാലിക്കുന്നുവെന്നോ അതെത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നോ ആർക്കും ഒരു പിടിയുമില്ല. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തികളാണെങ്കിൽ 15 വർഷവും 20 വർഷവും 25 വർഷവും റീടെസ്റ്റൊക്കെ നടത്തി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇവിടെ 2-3 വർഷമാകുമ്പോൾ ചെറിയ ചില തകരാറുകൾ വരുമ്പോൾ തന്നെ കട്ടപ്പുറത്താകുന്ന ഒരു കാഴ്ചയാണ്. ആയിരക്കണക്കിന് വാഹനങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ പലതും കെട്ടിപ്പൂട്ടിയുള്ള മതിലിൻ്റെ ഉള്ളിലോ ഗേറ്റിൻ്റെ ഉള്ളിലോ നമുക്കൊന്നും എത്തിച്ചേരാൻ പറ്റാത്ത ഇടങ്ങളിലോ ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരു വാഹനം തിരുവനന്തപുരത്ത് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അതിലേറ്റവും പുതിയ ഒരു വാഹനമാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കെട്ടിടമാണ്. ഇവിടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ സംസ്ഥാന കാര്യാലയമുണ്ട് അരുൺ. അവർ 3 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2020 ഡിസംബർ മാസം വാങ്ങിയ കാറാണ് എനിക്ക് പിറകിൽ കിടക്കുന്നത്. അതൊരു സാധാരണ കാറല്ല, ഇതൊരു ഇലക്ട്രിക് കാറാണ്. ടാറ്റ നെക്സോണിൻ്റെ ഇലക്ട്രിക് കാറ് 12 ലക്ഷം രൂപ മുതൽ 17 ലക്ഷം രൂപ വരെ വില വരുന്ന, ഇത് ഏത് മോഡലാണെന്ന് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് കൃത്യമായി വില നിശ്ചയിക്കുക സാധ്യമല്ല. നമുക്ക് ശരാശരി ഒരു 15 ലക്ഷമാണെന്ന് പറയാം. വളരെ അഭിമാനത്തോടെ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട്, കണ്ടല്ലോ അല്ലേ? ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, നല്ല പച്ച ബോർഡാണ്. ഇലക്ട്രിക് കാറായതുകൊണ്ട് തന്നെ പുതുപുത്തൻ കാറ്, അതായത് ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് 10 മാസത്തിലേറെയായി ഇവിടെ കിടക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഇവിടുന്ന് പറയുന്നത്. ഇതിനിപ്പോൾ പറയത്തക്ക എന്താണ് തകരാറെന്ന് കൃത്യമായി നമുക്ക് എത്ര നാളായി അവിടെ കിടക്കുന്നു എന്തോ ചില്ലറ തകരാറുകൾ ഉണ്ട് എന്നുള്ളത്. അരുൺ, എത്ര നാളുകളായി അവിടെ കിടക്കുന്നു ഇങ്ങനെ? ഇത് 10 മാസത്തിലേറെയായി എന്നുള്ളതാണ് ഇവിടുന്ന് പറയുന്നത്. അതായത് 3 വർഷം മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്ന് ചുരുക്കം. 3 മാസവും 3 വർഷവും 11 മാസവുമായി ഇത് വാങ്ങിയിട്ട്. കണ്ടല്ലോ അരുൺ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ബോർഡൊക്കെ വലിയ അഭിമാനത്തോടെയാണ് എഴുതി വെച്ചത്. കണ്ടല്ലോ അല്ലേ? പുതുപുത്തൻ ടാറ്റ നെക്സോണിൻ്റെ ഇലക്ട്രിക്കൽ കാറാണ് ഇവിടെ കിടക്കുന്നത്. ഇതെന്ത് തോന്നിയവാസമാണ് അരുൺ. ഏതാണ്ട് 17 ലക്ഷം രൂപ ഒരു നടപടിയും ഇവർക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ വണ്ടിക്ക് ഈ ഗതി വരുത്തിയ ഉദ്യോഗസ്ഥൻ സർവീസിൽ തുടരാൻ അർഹനല്ല എന്നുള്ളതാണ് ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ ആർക്കും തോന്നുന്നത്. കാരണം ഇത് ശരിക്കും തോന്നിയവാസമാണ് അരുൺ. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, എങ്ങനെയാണ് ഇവർക്കിതിന് ധൈര്യമുണ്ടാകുന്നത് എന്നുള്ളതാണ്. എന്ത് ചെയ്താലും ഒന്നും സംഭവിക്കാനില്ല എന്ന് പറയുന്ന ഒരുപക്ഷെ ആ ഒരു ധൈര്യമായിരിക്കാം ഈ ഒരു രീതിയിൽ ഈ വണ്ടി ഇവിടെ കിടക്കാനുള്ള കാരണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇത് ഒന്നല്ല അരുൺ, ഇതുപോലെ നിരവധി വാഹനങ്ങളാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഇവർ പൂഴ്ത്തിവെച്ചത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും നമ്പർ 1 KSRTC ആണ്. കോവിഡിൻ്റെ സമയത്ത് 2012 മുതൽ 2016 വരെ വാങ്ങിയ വെറും 4 വർഷം മുതൽ 8 വർഷം വരെ മാത്രം പഴക്കമുള്ള 1706 ബസ്സുകളാണ് ഒതുക്കിയിട്ടത്. അങ്ങനെ 1706 ബസ്സുകൾ ഒതുക്കിയിട്ടു. അതിനുശേഷം അതിൽ
പല ബസ്സുകളും ഓടാൻ പറ്റാത്ത പൂർണ്ണമായും ബസ്സുകൾ ഓടാൻ പറ്റാത്ത സ്ഥിതിയിലായി. കോവിഡ് കഴിഞ്ഞിട്ടും ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ടും ആ ബസ്സുകൾ അനക്കിയില്ല. അതിൽ ചില ബസ്സുകൾ അറ്റകുറ്റപ്പണി ചെയ്ത് നന്നാക്കി. നിയമസഭയിൽ കൊടുത്ത മറുപടി അതിൽ 608 ബസ്സുകൾ നന്നാക്കി എന്നുള്ളതാണ്. പക്ഷേ ആ ജീവനക്കാരോട് ചോദിക്കുന്ന സമയത്ത് അതിൽ 100 ബസ്സുകൾ പോലും പിന്നീട് സർവീസ് നടത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. അരുണിന് ഓർമ്മയുണ്ടാവും, എറണാകുളത്ത് 1 കോടി വിലയുള്ള AC ബസ്സുകൾ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെ കാട് കയറുന്ന ഒരു ദൃശ്യം നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. അതുപോലെ തിരുവനന്തപുരത്ത് ആനേറയിലും കൂട്ടിയിട്ട് ഇപ്പോൾ മുഴുവൻ വാഹനങ്ങളും ഏതാണ്ട് സ്ക്രാപ്പിനായി കൊടുത്തത് കൊണ്ടാണ് അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റാത്തത്. അതൊരു കോവിഡ് ആയതുകൊണ്ട് നമുക്കത് ഒന്നിച്ച് ദൃശ്യങ്ങൾ കാണാൻ പറ്റി എന്നുള്ളത് കൊണ്ടാണ് അരുൺ അത് ഒന്ന് എടുത്തു പറയുന്നത്. പക്ഷേ അതല്ല സ്ഥിതി. ഇതുപോലെയുള്ള 100 കണക്കിന് വാഹനങ്ങൾ സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലായി കെട്ടിക്കിടക്കുന്നു. ഇത് ഇങ്ങനെ സംഭവിക്കാൻ ഇടയായ ഉദ്യോഗസ്ഥരാരാണ്? ഈ വകുപ്പിന്റെ ചുമതലക്കാരാരാണ്? ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നതിന്റെ ധൈര്യമാണ് ഇത്തരം വാഹനങ്ങൾ ഇങ്ങനെ കിടക്കാൻ. മാത്രമല്ല ടി വി പ്രസാദ്, ഇതിൽ കൗതുകകരമായ കാര്യം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഉപയോഗിക്കേണ്ട ഇലക്ട്രിക്കൽ കാറാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലേ? അതാണ് ഇതിലെ കൗതുകം. അതായത് ഇവരാണ് യഥാർത്ഥത്തിൽ ഇതിൽ മാതൃക കാണിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഇലക്ട്രിക് കാറുകൾ ഇറങ്ങിയ സമയത്ത് ആദ്യഘട്ടത്തിൽ വാങ്ങിയ കാറുകളിൽ ഒന്നാണിത്. അതായത് അനേർട്ടും അതുപോലെ തന്നെ മറ്റ് ചില ഡിപ്പാർട്ട്മെൻറ്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ ഇത്തരം വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഈ വാഹനങ്ങളുടെ പ്രത്യേകത അരുൺ അറിയാമല്ലോ. അതായത് ആദ്യത്തെ 5-6 വർഷം എത്രമാത്രം കൂടുതൽ ഓടുന്നോ അങ്ങനെ മാത്രമേ നമുക്ക് ഈ വാഹനം ഓടി മുതലാക്കാൻ പറ്റൂ. കാരണം ഇതൊരു സാധാരണ ടാറ്റ നെക്സോൺ ആയിരുന്നുവെങ്കിൽ ഇതിൻ്റെ പകുതി പൈസക്ക് ഏതാണ്ട് 8 ലക്ഷം രൂപയ്ക്ക് കിട്ടുമായിരുന്നു. അവിടെയാണ് 15 ലക്ഷത്തിലധികം രൂപ കൊടുത്ത് വാങ്ങി ഇതിങ്ങനെ കിടക്കുന്നത് എന്നുള്ളതാണ്. പരമാവധി ഓടേണ്ട വാഹനമാണ്. കഴിഞ്ഞ 1 വർഷമായി ഇവിടെ കിടന്നിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവാത്തതും, ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ഫയൽ നോട്ടിലൊന്ന് എഴുതി ചോദിച്ച് അവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സമീപനവും ഇല്ലാത്തതും. കാരണം ഇവർക്ക് താല്പര്യം പർച്ചേസിൽ മാത്രമാണ്, വാങ്ങിക്കൂട്ടുക എന്നുള്ളത് മാത്രമാണ്, നിരന്തരം വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളതാണ്. അതല്ലാതെ അതെത്രമാത്രം പരിപാലിക്കുന്നുവെന്നോ ആർക്കാണ് അതിൻ്റെ ചുമതലയെന്നോ ഇതിനെ പറ്റിയ തകരാർ എന്താണെന്നോ ഒരു ഫയലിലുമില്ല. ഇതെല്ലാം നാട്ടുകാരുടെ പണമായതുകൊണ്ട് തോന്നിയതുപോലെ ചെയ്യുകയാണ് എന്ന് നമുക്ക് പച്ചയായി റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അരുൺ, തീർച്ചയായിട്ടും അനാസ്ഥയെന്ന് മാത്രമല്ല, കെടുകാര്യസ്ഥത എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു ഇലക്ട്രിക്കൽ വാഹനം, അതായത് കാറ് വാങ്ങി 3 വർഷമാകുന്നതിന് മുമ്പ് തന്നെ കട്ടപ്പുറത്താവുക, 10 മാസമായി ആ വാഹനത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ടി വി പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഈ കാട്ടിലെ തടി തേവരുടെ ആന എന്ന നിലയിലാകാൻ പാടില്ല. പ്രത്യേകിച്ച് പൊതുഗതാഗതത്തിന് സർക്കാർ സേവനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇത്തരം വാഹനങ്ങൾ കേടുപാടുകൾ സംഭവിച്ചാൽ വളരെ പെട്ടെന്ന് അറ്റകുറ്റപ്പണിയൊക്കെ കൊടുത്ത് ഇറക്കുക എന്നുള്ളതല്ലാതെ 3 വർഷം മാത്രം പഴക്കമുള്ള അധികം ഓടാത്ത ഒരു കാറ് ഇങ്ങനെ 10 മാസമായിട്ട് പൊടി പിടിച്ച് അവിടെ കിടക്കുന്നൊരവസ്ഥയാണ്. കട്ടപ്പുറത്ത് കിടക്കുകയാണ് പല AC ബസ്സുകളും. ഇതിൽ ആരാണ് നോക്കുക? ഇത് ആരുടെ നികുതിപ്പണമാണ്? സാധാരണക്കാരൻ്റെ നികുതിപ്പണമാണ്. താങ്ക് യു ടി വി പ്രസാദ്.